നമസ്കാരം. ഇന്നിപ്പം രാത്രിയാണ്. ഞാൻ ഇവിടെ ഒരു മാസത്തോളമായി ഞാൻ കുറേ ചക്കച്ചുള ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇന്ന് വാവില്ലേ, രാത്രി നമുക്കൊരു വത്സൻ ഉണ്ടാക്കിയാൽ, ചക്ക വെച്ചൊരു ചക്കയുടെ വത്സനല്ല, ഇങ്ങനെ ഓട്ടയിലക്കകത്ത് ഒന്നിച്ച് പൊതിഞ്ഞ് വെച്ച് നമുക്ക് അതൊന്നും ഉണ്ടാക്കിയാൽ. അപ്പം ഞാൻ അതിന് വേണ്ടി ഇപ്പോൾ ഒരു ഉരുളി എടുത്ത് അടുപ്പ് വെച്ചിട്ട് ചക്കയുണ്ട്, അതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം നിങ്ങളെ ഞാൻ അതൊന്ന് കാണിക്കാം. അപ്പം ഞാൻ തന്നെ ഇത്രയും ചക്കച്ചുളയുണ്ട്, നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം മിക്സിയുടെ ജാറിനകത്തോട്ട് നമുക്ക് ഇതൊന്ന് എടുക്കാം. അപ്പം ഈ ചക്കയുടെ കൂടെ തന്നെ ഞാൻ ഇത്രയും ഏലക്കായും ഒരു നുള്ളു ജീരകവും കൂടെ ഈ ചക്കയുടെ കൂടെ തന്നെ ഇടും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതായിട്ട് അരച്ചെടുക്കാം. അപ്പം നമുക്കിത് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടും. നല്ല മധുരമുണ്ട് ഈ ചക്കയ്ക്ക്, ഞാൻ നോക്കിയാൽ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ അതൊന്ന് അരച്ചെല്ലാം എടുക്കും. അപ്പം നമ്മൾ 1/2 കിലോ ഉണ്ട ഇതിനകത്ത് എടുത്തിട്ട് ഇത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ ഉരുളി വെച്ച് ഗ്യാസ് ഒന്ന് കത്തിക്കും. ഗ്യാസ് ഒന്ന് കത്തിച്ചു. നമുക്ക് അതിനകത്തോട്ട് ഒരു ശകലം ഇതൊന്ന് ചൂടാക്കി. അപ്പം നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇത്രയും നെയ്യ്, പിന്നെ നമ്മൾ ചക്ക എടുത്ത് വെച്ചിട്ടില്ലേ, ആ ചക്ക ഇതിനകത്തോട്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇട്ടേക്കാം. ഈ നെയ്ക്കകത്ത് കിടന്നൊന്ന് മൂക്കണം. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ചുണ്ട, ഞാൻ 1/2 കിലോ ഉണ്ട മേടിച്ചിട്ടുണ്ട്, അതിൽ കുറച്ചുണ്ടയും കൂടെ ഞാനിട്ട് ഈ ഉണ്ടയും കൂടി ഇതിനകത്ത് കിടന്നൊന്ന് നല്ലോണം നെയ്യും ചക്കയും ഉണ്ടയും കൂടെ നല്ലോണം ഒന്ന് മൂക്കണം, അരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ വട്ടയിലക്കകത്താണ്, ഞാൻ തന്നെ വട്ടയില എടുത്തുകൊണ്ട് വന്ന് കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ വട്ടയിലക്കകത്തായത് ഉണ്ടാക്കും. നമ്മുടെ ഉണ്ടയൊന്ന് അലുക്കണം. അപ്പോൾ ഇപ്പം എങ്ങനെ ചക്ക ഇല്ലാത്ത സമയം ആ ചക്കയെല്ലാം തീർന്നില്ല. അപ്പം ഞാനിതെടുത്ത് വെച്ചിരുന്നതാണ്, അത് ഫ്രീസറിനകത്ത് വെച്ചിരുന്നത്. അപ്പം ഞാനിന്നത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല മണം, നെയ്യുടേതും പിന്നെ ചക്കയും നെയ്യും ഉണ്ടയൊക്കെ കൂടെ ഉള്ള നല്ല മണം വരുന്നുണ്ട്. അപ്പം ഈ നമ്മുടെ ശർക്കര നമ്മൾ പൊട്ടിച്ചല്ലായിരുന്നു വെച്ചത്, അതൊന്ന് മെൽറ്റ് ആവണമെങ്കിൽ നമ്മുടെ ഉണ്ടയൊക്കെ ഒന്ന് മെൽറ്റ് ആവണം. അപ്പം നമ്മളിതിനകത്ത് ഏലക്കായും ജീരകവും കൂടെ ഇട്ട് അരച്ചത് ഈ ചക്ക. അപ്പം അതിൻ്റെ ആ നല്ല മണമൊക്കെ ഒന്ന് വരുന്നു. നമ്മുടെ ചക്കയും ഉണ്ടയെല്ലാം ഒന്ന് കിടന്ന് ഇതായിട്ടുണ്ട്. പക്ഷേ ചക്ക എല്ലാവരും ആണ് ഈ ഉണ്ട പാവുമായിട്ട്, ഞാൻ ഉണ്ട ഇതിനകത്തോട്ട് തന്നെ വീഴുന്നത്. മെനക്കെടാൻ എനിക്ക് വല്ലത്തിനും ഉണ്ട തന്നെ എടുക്കാം. അപ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഗോതമ്പ് പൊടിയാണ് നമ്മളിടുന്നത്. നമ്മൾ ആശീർവാദിൻ്റെ 1 കിലോ മേടിച്ചതിൻ്റെ കുറച്ചെടുത്തതിൻ്റെ ബാക്കി ഗോതമ്പ് പൊടിയായിട്ട് നമുക്ക് ഇതൊന്ന് ഒരു ശകലം ഉപ്പും കൊടുക്കാം. ഇതിൻ്റെ എല്ലാം ഒന്ന് മധുരം ബാലൻസ് ചെയ്യാം. അപ്പം നമുക്ക് ഒരു നുള്ളുപ്പിടാം. ഒരു പൊടി ഉപ്പൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്.
ആ ഉണ്ടയുടെ പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. ഉണ്ടയൊന്ന് നല്ലോണം ഉരുകട്ടെ. അപ്പം നമ്മുടെ ചക്കയും ഉണ്ടയും കൂടെ കിടന്ന് നല്ല നെയ്റ്റാവുന്നു. ഞാനൊരു ശകലം വെള്ളം ഒഴിച്ചായിരുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ഗോതമ്പൊടി ഇട്ട് ഇങ്ങനെ കുഴയ്ക്കണമെങ്കിൽ ഇച്ചിരി വെള്ളം വേണം. അപ്പം നമുക്ക് ഒരു ഇച്ചിരി നെയ്യ്, ഒത്തിരിയാണെങ്കിലും നമുക്കൊരു ശകലം നെയ്യൂടെ ഞാൻ ഒഴിച്ചിട്ടു. ഞാനൊരു ഇച്ചിരി നെയ്യൂടെ ചേർത്ത്. ആ നെയ്യുടെ ഇതിൻ്റെയൊക്കെ മണം നല്ല ഉമാന്ന് മണം അടിക്കുന്നു. നമുക്കിനി നമ്മുടെ ആശീർവാദിൻ്റെ ഇത് ഞാൻ തീ അങ്ങ് കെടുത്തി കേട്ടോ. നമുക്ക് കുറേശ്ശായിട്ടൊന്ന് ഇളക്കാം. ഈ വെള്ളം മതി, വേറെ വെള്ളം ഇനി വേണമെന്നില്ല. അത് ഇതങ്ങ് ഇതിൻ്റെ ഇതൊന്ന് ഒരു ശകലം വെള്ളവും കൂടെ ആണ്. അപ്പം ഞാൻ ഒരു ശകലം വെള്ളവും കൂടെ ചേർത്തു. അപ്പം ആവശ്യത്തിന് ഇച്ചിരി വെള്ളം കിട്ടും. അപ്പം ബാക്കി ഗോതമ്പൊടിയും കൂടെ നമുക്ക് ഇതങ്ങ് ചേർക്കാം. 3/4 കിലോ ഗോതമ്പൊടി ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന്, ഇത് കുഴയണമല്ലോ. ഇത് ചൂടായിപ്പം ഇത് നാറിയിട്ടേ നമ്മൾ ഇങ്ങനെ പരത്തി വെക്കട്ടെ. ആ ചൂടാണ്. അപ്പം നമ്മുടെ ഈ ചക്ക ഇവിടെ നിന്ന് ഇരിക്കുന്ന ആറിട്ട് നമുക്ക് എന്നിട്ട് ഇതെടുത്ത് പൊതിഞ്ഞ് വെക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. പൊള്ളുന്നുണ്ട് കേട്ടോ, ചൂടാ, കൈ പൊള്ളുന്നുണ്ട്. ഞാൻ ഇഡ്ഡലിക്കൂട്ടത്തിനകത്തോട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് പരത്തി അടുപ്പയിലോട്ട് വെക്കാം. നല്ല ചൂടുണ്ട്. നമുക്ക് വേണേൽ ഒരു ശകലം വെള്ളം ചക്ക അങ്ങനെ നല്ല മധുരമുണ്ട് ചക്ക. ഞാനൊരു ശകലം വായിലിട്ട് നോക്കിയപ്പോൾ നല്ല മധുരവും ഒക്കെ. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു മുറി തേങ്ങ തിരുമ്മിയിടും. അപ്പം നമ്മൾ ഇത്രയും തേങ്ങയും കൂടി ഇടുന്നു. നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇതിങ്ങനെ ഇപ്പോൾ ഒരുവിധം ആറിയിട്ടുണ്ട്. എന്നാലും ഉണ്ട് ചൂട്. കൊള്ളുന്നുണ്ട്. ഇച്ചിരി വെള്ളം ഇത് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്ന തിളപ്പിച്ചരച്ചു. അപ്പം നമുക്ക് മധുരം ഉണ്ടോയെന്ന് നോക്കാം. മധുരമുണ്ട്. അത്ര വലിയ മധുരം ഇല്ലെങ്കിലും ഉണ്ട്. അപ്പം നമ്മുടെ വട്ടയിലക്കകത്തോട്ട് നമ്മൾ ഇതേണ്ട നമ്മുടെ ചക്ക
ഇങ്ങനെ വേണം പൊതിഞ്ഞ്. നല്ല വലിയ വട്ടയില ആയതുകൊണ്ട് നന്നായിട്ട് ഇത് നമുക്ക് പൊതിയാൻ പറ്റുന്നു. ചക്ക ഇല്ലാത്തപ്പം ചക്ക കഴിക്കണം, അന്നേരമായി രുചി. ഇപ്പം എങ്ങും ചക്കയില്ലാത്ത സമയം നമ്മളിങ്ങനെ ഫ്രീസറിനകത്ത് എടുത്ത് ഇച്ചിരി വെച്ചാൽ നമുക്ക് ചക്കയില്ലാത്തപ്പം കഴിക്കും. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാം ഒന്ന് പരത്തി വെച്ചിട്ട് നിങ്ങളെ കാണിക്കും. അപ്പം നമ്മുടെ ഇഡ്ഡലിക്കൂട്ടത്തിൽ നിന്ന് നല്ല ആവി വരുന്നുണ്ട്. നമുക്കിത് ഇങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ എല്ലാം ഒന്ന് നമുക്ക് വെക്കാം. അപ്പം നമ്മുടെ ചക്കയെല്ലാം റെഡിയായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരടപ്പിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ആവി വരും. അപ്പം നമ്മുടെ ചക്ക വെളിച്ചനെല്ലാം ഒരുവിധം റെഡിയായി. നിങ്ങളെ ഒരെണ്ണമൊന്ന് പൊളിച്ച് കാണിക്കും. ഇത് ചൂടോട് കൊള്ളത്തില്ലല്ലോ, കണ്ട. ഇവിടെ ചക്ക വെളിച്ച ഇച്ചിരൂടെ ഈ ഒരു വശം ഇച്ചിരൂടെ ഒന്ന് വേവാനാണ്, കണ്ട. അപ്പം ഇത് തണുത്തിട്ടേ കഴിക്കാൻ കൊള്ളത്തുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ ഇതിരിക്കട്ടെ. എല്ലാം ചൂടുണ്ട്. അപ്പം ഞാനെല്ലാം ഒന്ന് ഇളക്കി ഇച്ചിരി ഇട്ട് ഇതൊന്ന് നല്ലോണം അടിയിലിരിക്കുന്ന എല്ലാം വെന്തിട്ടുണ്ട്, മേളിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇന്ന് വാവായിട്ട് ഞങ്ങളുടെയൊക്കെ കൊച്ചിലെയാണ്, ഞങ്ങളുടെ വീട്ടിലൊക്കെയാണ് ഇലയപ്പം ഉണ്ടാക്കി ഇങ്ങനെ വിളക്കിൻ്റെ മുമ്പിൽ വെക്കുമായിരുന്നു. അന്നൊക്കെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു രാത്രി. ഇന്ന് കാറ്റുമില്ല മഴയില്ല, ചൂടായിരുന്നു. അപ്പം ഇതിവിടെ ഇരുന്ന് വേവിട്ട് കേട്ടോ. ഓക്കെ. അപ്പം ചക്ക വത്സനെല്ലാം കണ്ടല്ലോ, ചക്ക വെച്ച് വട്ടയിലക്കകത്ത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിവിടെ ഇരുന്ന് ഇതിപ്പോൾ ആറിയാലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. നാളെ നിങ്ങളെ ഞാൻ കാണിക്കാൻ ഇങ്ങനെ ഇതാറില്ല. ഇപ്പം ഞാൻ എടുത്ത് കാണിച്ചല്ലോ, അതൊരു 5 മിനിറ്റ് കൂടെ വേവാനുണ്ട്. അപ്പം ചക്ക എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ രാത്രി വിളക്കിൻ്റെ മുമ്പിൽ 2 വെച്ചിട്ട് കഴിക്കും. ഓക്കെ, ബൈ. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. വേണ്ട, അടിയിലിരുന്നതെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്, കണ്ട. ഇത് പക്ഷേ ആറുമ്പോഴേ കഴിക്കാൻ പറ്റത്തുള്ളൂ, കണ്ട. അപ്പം ചക്കവത്സനെല്ലാം റെഡിയായി. ഓക്കെ, ബൈ.